ഷിൻസോ ആബെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറക്കാനാകില്ല. അത്രമാത്രം ശക്തമായ ബന്ധമാണ് ജപ്പാനിലെ ഈ നേതാവിനോട് മോദിക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഭാരതവും ജപ്പാനും തമ്മിലുള്ള 16ാമത് വാർഷിക ഉച്ചകോടിക്കിടെ അന്തരിച്ച മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയോടുള്ള ഇരുവരുടെയും ആദരവ് ചർച്ചയ്ക്കിടെ സനെ തകായിച്ചി പ്രധാനമന്ത്രി മോദിയോട് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ എനിക്ക് സ്വന്തം ജ്യേഷ്ഠനെ പോലെയായിരുന്നു. ആബെ സാപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വലിയ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞാനിപ്പോൾ നരേന്ദ്രമോദിയെ എന്റെ സ്വന്തം ജ്യേഷ്ഠനായിട്ടാണ് കാണുന്നത്. വളരെ വികാരനിർഭരമായ ഈ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിൽ കൊണ്ടു. എന്നാൽ ഈ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാരികമായി പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിയെ തന്റെ അനിയത്തി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി സംയുക്ത വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഹൈദരാബാദ് ഹൗസിൽ ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ വളരെ രഹസ്യമായ ചർച്ചയ്ക്കൊടുവിലാണ് നയതന്ത്ര പ്രോട്ടോക്കോളുകൾക്കപ്പുറം ഇത്തരമൊരു സഹോദര ബന്ധം പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. നയതന്ത്ര ചർച്ചകളിൽ പൊതുവെ വികാര പ്രകടനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താറില്ല. പക്ഷേ ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനെ തകായിച്ചിയെ തന്റെ ഔദ്യോഗിക പ്രസ്താവനയ്ക്കിടെയാണ് അനിയത്തി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്റെ സംസാരത്തിനിടെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് താൻ മോദി ഒരു ജ്യേഷ്ഠനെ പോലെയാണ് കാണുന്നത് എന്ന വാക്കുകൾ തന്നെയാണ്. എന്തായാലും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി സനെ തകായിച്ചിയെ തന്റെ കൊച്ചു അനിയത്തിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജപ്പാൻ പ്രധാനമന്ത്രിയും ഈ സഹോദര ബന്ധത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും തങ്ങൾ സമാന ചിന്താഗതിക്കാരാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മോദിയുമായി വ്യക്തിപരമായി വലിയ സൗഹൃദം കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു 2022 ജൂലൈ 8 നാരായിൽ വെച്ച് വെടിയേറ്റ് മരിച്ച ഷിൻസോ ആബെ. കൗതുകകരമായ വസ്തുത, ആബെ കൊല്ലപ്പെട്ട നാരാ മണ്ഡലത്തെയാണ് നിലവിൽ സനെ തകായിച്ചി പ്രതിനിധീകരിക്കുന്നത്. ഷിൻസോ ആബെയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തന്ത്രപരമായ തലത്തിലേക്ക് വളർന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ടോക്കിയോയിൽ നേരിട്ടെത്തിയിരുന്നു. ആബെയുടെ ഭാര്യ അക്കി ആബെയെ കണ്ട് അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു. ആ ആത്മബന്ധത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പുതിയ ജപ്പാൻ പ്രധാനമന്ത്രിയുമായി മോദി സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ജപ്പാൻ തീരുമാനം നടന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയും തമ്മിൽ 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങളും യോഗത്തിൽ കൈക്കൊണ്ടു. നിർമ്മിത ബുദ്ധി, പ്രതിരോധം, പ്രവർത്തനം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരിക്കാൻ രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സനെ തകൈച്ചിയുടെ കന്നി ഇന്ത്യൻ സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.